ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ശ്രീ ഗുരുവായൂരപ്പൻ ആദിനാരായണനാണ്. അദ്ദേഹം പ്രകൃതിക്കതീതനുമാണ്. ഒരിക്കൽ വജ്രനാഭ മഹാരാജാവ്, അതായത് കൃഷ്ണ ഭഗവാന്റെ കൊച്ചുമകൻ, നമ്മുടെ ഇപ്പോഴുള്ള ആ ദ്വാരകാ ക്ഷേത്രം പണികഴിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരിക്കൽ ഗർഗാചാര്യരോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ശ്യാമരൂപത്തിൽ കാണപ്പെടുന്നതെന്ന്. അതിന് ആചാര്യൻ പറയുന്ന ഉത്തരം, ശൃംഗാരാദി രസങ്ങളുടെ രൂപം അല്ലെങ്കിൽ ഗുണം എന്നുള്ളത് ഭരതാദി മുനീശ്വരന്മാർ ശ്യാമനിറമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശത്തിന് നീല നിറം പോലെയും സമുദ്രത്തിന് നീല നിറം പോലെയും അതിസുന്ദരമാണ് ഭഗവാന്റെ രൂപം. എന്നാൽ ആകാശത്തിന് നീല നിറവുമില്ല, സമുദ്രത്തിന് നീല നിറവുമില്ല എന്നുള്ളതാണ്. നമ്മൾ സമുദ്രം കാണുമ്പോൾ അത് നീലയായി കാണുന്നുവെങ്കിലും അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ കോരിയെടുക്കുമ്പോൾ ആ നീല നിറം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലേ? ശരിക്കും ജലത്തിന് നിറമില്ല എന്നുള്ളതാണ്. അതുപോലെ ആണ് ഭഗവാന്റെ ആ രൂപവും. വെളുത്ത ഉത്കൃഷ്ടമായ ആ വെളുത്ത നിറത്തെ നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായി എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ഭഗവാന്റെ ആ ശ്യാമവർണ്ണവും. കോടിക്കണക്കിന് കാമദേവന്മാരുടെ ലീലയ്ക്ക് ആധാരമായതിനാൽ ഭഗവാൻ ശ്യാമ നിറത്തിലാണെന്ന് മഹാജനങ്ങൾ പറയുന്നു എന്നാണ് ഗർഗാചാര്യർ പറയുന്നത്. ഭഗവാന്റെ സൗന്ദര്യം, അതായത് ആ ഗോപി വസ്ത്രാഭരണ സമയത്ത് ഗോപസ്ത്രീകൾ ഭഗവാൻ എന്തൊക്കെയാണ് വിളിക്കുന്നത്? സുന്ദര, നന്ദസൂനു, ഗോപരത്നമേ, ഗോപാലവംശത്തിൻ്റെ ഹംസമേ, ശ്യാമസുന്ദര, ഞങ്ങളുടെ ആ വസ്ത്രങ്ങൾ ഇങ്ങ് തിരികെ തന്നാലും നിന്റെ ദാസിമാരല്ലേ ഞങ്ങൾ എന്നൊക്കെയാണ് ഗോപസ്ത്രീകൾ ചോദിക്കുന്നത്. ആരായാലും ഈ വിളിയിൽ ആ വസ്ത്രങ്ങളെല്ലാം തിരികെ കൊടുക്കുമായിരുന്നു അല്ലേ? പക്ഷെ 18 അടവും പഠിച്ച നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനുണ്ടോ ആ വസ്ത്രങ്ങൾ അവർക്ക് തിരികെ കൊടുക്കുന്നു? ഒടുവിൽ കാഴന്തിക്കരയിൽ കയറി വന്നപ്പോഴാണ് ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നത് അല്ലേ? അതാണ് ആ ഭഗവാന്റെ ശ്യാമ നിറത്തിൻ്റെ ആ ഒരു സൗന്ദര്യം എന്നുള്ളത്. അപ്പോൾ ആ ശ്യാമസുന്ദരനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.